നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ നല്ല ഒരു വാർത്ത. ബൈബിൾ ആപ്പുകൾ നമുക്കറിയാം നമ്മുടെ മൊബൈലുകളിലൊക്കെ ലഭ്യമാണ്. അത് ആൻഡ്രോയിഡ് മൊബൈലുകളിലും ആപ്പിൾ ഫോണുകളിലുമൊക്കെ ബൈബിൾ ആപ്പുകൾ ലഭ്യമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ബൈബിൾ ആപ്പുകളുടെ സേവനം എത്രയധികം നമുക്ക് ഗുണകരമാണെന്നുള്ളത് പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല. ബൈബിൾ ആപ്പ് ഉപയോഗിക്കരുത്, പുസ്തകങ്ങൾ ഹാർഡ് കോപ്പി ബൈബിൾ തന്നെ ഉപയോഗിക്കണമെന്ന് ശഠിക്കുന്നവരുണ്ട്. എന്നാൽ മാറിയ യുഗത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, ട്രെയിനിലോ മറ്റോ സഞ്ചരിക്കുമ്പോൾ, ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വചനം കണ്ടെത്തണമെങ്കിൽ വേഗത്തിൽ ബൈബിൾ ആപ്പ് തുറന്ന ആ വാക്യങ്ങൾ കണ്ടെത്തുക, സെർച്ച് ചെയ്യുക. ഇതൊക്കെ വളരെ എളുപ്പമായി തീർന്നിരിക്കുന്നു. ഞാൻ ചർച്ചകളിൽ വേദപുസ്തകം നിശ്ചയമായിട്ടും ഹാർഡ് കോപ്പി വേദപുസ്തകം നിശ്ചയമായിട്ടും കൊണ്ടുപോകണമെന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ബൈബിൾ ആപ്പുകളെ, പ്രത്യേകിച്ചും ഈ നമുക്ക് പാരലൽ ബൈബിൾസുള്ള കൺകോർഡൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, റഫറൻസുകൾ നോക്കുവാൻ പറ്റുന്ന ബൈബിൾ ആപ്പുകളെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. രണ്ടിനും അതിൻ്റേതാകുന്ന പ്രാധാന്യമുണ്ട്. ഇന്നത്തെ വാർത്ത, ഒരു ബൈബിൾ ആപ്പ് അടുത്ത നവംബർ മാസം 17 1 ബില്യൺ ഡൗൺലോഡ് ആഘോഷിക്കാൻ പോവുകയാണ്. 1 ബില്യൺ എന്ന് പറയുമ്പോൾ 100 കോടി ആളുകൾ ആ ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നു. ഇത് ഒരു ചെറിയ സംഖ്യയല്ല. 100 കോടി ആളുകൾ ഒരു ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ അമേരിക്കയിലെ ഒക്ലഹോമയിൽ വെച്ച് നവംബർ മാസം 17 നടക്കാൻ പോകുന്നു. ആ സെലിബ്രേഷന് കൊടുത്തിരിക്കുന്ന പേര് ബിയോണ്ട് എ ബില്യൺ എന്നാണ്. അതായത് 100 കോടിക്ക് അപ്പുറമായി. ഇത് അഭൂതപൂർവമാകുന്ന ഒരു വളർച്ചയാണ്, ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഒരു ബൈബിൾ ആപ്പ് 100 കോടി ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. യുവർ വേർഷൻ ബൈബിൾ ആപ്പ് എന്ന് പറയുന്ന ഏതാണ്ട് 2006, 2007 ആരംഭിച്ച ഒരു ബൈബിൾ ആപ്പാണ് ഇപ്പോൾ ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2007 അന്ന് മൊബൈൽ ആപ്പായിട്ടല്ല ഇത് തുടങ്ങിയത്. അന്ന് ഇത് ഒരു വെബ്സൈറ്റായിട്ടാണ് തുടങ്ങിയത്. പാസ്റ്റർ ബോബി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ക്രെയ്ഗ് എന്ന് പറയുന്ന 2 പേര് കൂടി തുടങ്ങിയ ഒരു വെബ്സൈറ്റ്, യുവർ വേർഷൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ആദ്യ സമയങ്ങളിൽ ആ വെബ്സൈറ്റിന് വലിയ പ്രചാരമൊന്നും ലഭിച്ചില്ല, ആളുകൾ അതിനെ സ്വീകരിച്ചില്ല. ലൈഫ് ചർച്ച് എന്ന് പറയുന്ന ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഈ പാസ്റ്റർ ബോബി. അദ്ദേഹത്തിൻ്റെ ഇന്നോവേറ്റീവായിട്ടുള്ള പല സംരംഭങ്ങൾ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർ ബോബി അന്ന് ഒരു വെബ്സൈറ്റായിട്ട് യുവർ വേർഷൻ ബൈബിൾ ആപ്പ് തുടങ്ങി. എന്നാൽ പിന്നീട് ഈ ആപ്പിൾ യുഗം വന്നപ്പോൾ ആപ്പിളിൻ്റെ അകത്ത് ഒരു ബൈബിൾ ആപ്പായിട്ട്, അതായത് ഫസ്റ്റ് ബൈബിൾ ആപ്പ് അവൈലബിൾ ഇൻ ആപ്പിളിൽ ലഭ്യമാകുന്ന ആദ്യത്തെ ബൈബിൾ ആപ്പായിട്ട് യുവർ വേർഷൻ അദ്ദേഹം ആപ്പ് സ്റ്റോറിലൂടെ നൽകുവാൻ തുടങ്ങി. ആദ്യത്തെ ആപ്പ് സ്റ്റോറിൽ വന്ന ബൈബിൾ ആപ്പാണ്. അതിനുശേഷം വളരെ വലിയ പ്രചാരമാണ് ഈ ബൈബിൾ ആപ്പിന് ലഭിച്ചത്. ഇപ്പോൾ വലിയൊരു നാഴികക്കല്ല്, 100 കോടി 1 ബില്യൺ ആളുകൾ ഈ ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒക്ലഹോമയിൽ വെച്ച് നവംബർ മാസം 17 വൈകിട്ട് 6:30 ഒരു സെലിബ്രേഷൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ, മാറിയ യുഗത്തിലും ഡിജിറ്റൽ യുഗത്തിലും വേദപുസ്തകത്തിന് എത്രയധികം റെലവൻസ് ഉണ്ട്, വേദപുസ്തകത്തെ ആളുകൾ ഇപ്പോഴും എങ്ങനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 100 കോടി ആളുകൾ ഒരു ആപ്പ്, ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും, സയൻസ്, ടെക്നോളജി ഒക്കെ ഒത്തിരി വളർന്നിട്ടും വേദപുസ്തകത്തിനുള്ള ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും ആളുകൾ വേദപുസ്തകത്തെ നോക്കുന്നു. അവരുടെ ഗൈഡൻസിന് വേണ്ടി, അവർക്ക് ഒരു ലക്ഷ്യം, ദിശാബോധമുണ്ടാകാൻ വേണ്ടി
അവർ വേദപുസ്തകത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ യുവർ വേർഷൻ്റെ അഭൂതപൂർവമാകുന്ന അക്സെപ്റ്റൻസ്, അതിൻ്റെ വളർച്ചയെന്ന് പൊതുസമൂഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലോകവ്യാപകമായി വേദപുസ്തകത്തിൻ്റെ കച്ചവടത്തിൽ അഭൂതപൂർവമാകുന്ന വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് പുറത്തിറക്കിയ ചില റിപ്പോർട്ടുകൾ, ചില സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത് അമേരിക്കയിൽ തന്നെ വേദപുസ്തകം വായിക്കുന്നവരുടെ എണ്ണം 41% വർദ്ധിച്ചിരിക്കുന്നു. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഗ്ലോബലി വേദപുസ്തകം വായിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കണക്കുകൾ, മില്ലേനിയൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് 2000-കളിൽ ജനിച്ച കുട്ടികളെന്നാണ് അർത്ഥം. മില്ലേനിയൽസിൻ്റെ ഇടയിൽ വേദപുസ്തക വായന 29% വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല ജെൻ സി എന്ന് പറയും, അതായത് ഏറ്റവും പുതിയ തലമുറ, ഈ 10-20 വർഷത്തിന് ഇടയിൽ ജനിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തലമുറ ജെൻ സിയുടെ ഇടയിലും വേദപുസ്തക വായന വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു കണക്ക് എന്ന് പറയുന്നത് പുരുഷന്മാർ വേദപുസ്തകം കൂടുതൽ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് ഉള്ള കണക്കുകളിലൊക്കെ സ്ത്രീകൾ കൂടുതൽ വേദപുസ്തകം വായിക്കുന്നു, പുരുഷന്മാർ വേദപുസ്തകം വായിക്കാൻ ഉത്സാഹം ഇല്ലാത്തവരായിരുന്നു എന്നൊക്കെയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കണക്ക് പുരുഷന്മാരുടെ വേദപുസ്തക വായന വർദ്ധിച്ചിരിക്കുന്നു. അതായത് 19% അധികം പുരുഷന്മാർ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തക വായനയിലെ സ്ത്രീ പുരുഷ അനുപാതത്തിലെ വ്യത്യാസം കുറഞ്ഞിരിക്കുന്നു. ഏകദേശം ഒരുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോൾ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന് കാരണമായിട്ട് പറയുന്നത്, ഒന്ന്, ഡിജിറ്റൽ മീഡിയയിൽ വേദപുസ്തകം അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യുവർ വേർഷൻ എന്ന് പറയുന്ന ഒറ്റ ബൈബിൾ ആപ്പ് 100 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ മീഡിയംസിൽ വേദപുസ്തകം ലഭിക്കുന്നത് കൊണ്ട് ആളുകൾ കൂടുതൽ വേദപുസ്തകം വായിക്കുവാൻ ഉത്സാഹിക്കുന്നു. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, വളരെ അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു സമയമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. അതായത് ഇനിയും എന്ത് എന്നുള്ള വലിയ ചോദ്യങ്ങൾ. യുവതലമുറയൊക്കെ ഒത്തിരി അൺസർട്ടനിറ്റിയെ നേരിടുകയാണ്. അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ കരിയറിനെക്കുറിച്ച്, അടുത്ത ചുവട് എവിടെ വെക്കണമെന്നറിയാതെ അവർ പരിഭ്രമിച്ച് നിൽക്കുന്ന അനിശ്ചിതത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് പുതിയ തലമുറ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അൺസർട്ടനിറ്റിക്ക് ഉത്തരമായി അവർ നോക്കുന്നത്, ഒരു ദിശാബോധം ലഭിക്കുന്നതിന് അവർ നോക്കുന്നത് വേദപുസ്തകത്തിലേക്കാണ്. ഇതും വേദപുസ്തകത്തിൻ്റെ വായനയിലുള്ള ആ ഒരു ശതമാനം ലോകവ്യാപകമായി വർദ്ധിക്കുവാൻ കാരണം ആയിരിക്കുന്നു. ഇത്തരം കണക്കുകൾ കേവലം ഡിജിറ്റൽ മീഡിയയിലൂടെ വായിക്കുന്നവരെക്കുറിച്ച് മാത്രമല്ല, ലോകവ്യാപകമായി, പ്രത്യേകിച്ചും US-ലൊക്കെ വേദപുസ്തകത്തിൻ്റെ സെയിൽസ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. എന്താണെങ്കിലും നല്ലൊരു വാർത്തയാണ് ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. 2 ചെറുപ്പക്കാർ, അവർ തുടങ്ങിയ ഒരു സംരംഭം ശരിക്കും ലോകത്തിലെ വിശ്വാസ സമൂഹത്തെ എത്ര അധികം സ്വാധീനിച്ചിരിക്കുന്നു. ഒക്ലഹോമയിൽ ആരംഭിച്ച ഒരു ചർച്ചാണ് ലൈഫ് ചർച്ച്. ലൈഫ് ചർച്ചിൻ്റെ ഒരു പ്രത്യേകത, ടെക്നോളജി ഉപയോഗിച്ച് വളർച്ച പ്രാപിച്ച ചർച്ചാണ് ലൈഫ് ചർച്ച്. 2008 ഒരു ഫുൾ ബൈബിൾ ആപ്പ് അവർ ഈ ആപ്പിലൂടെ പ്രസിദ്ധീകരിച്ചത്. ആസാദിക്കും സന്തോഷമുണ്ട്. 2008 തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. 2009 ആദ്യമായി ഒരു 24 hours ലൈവ് സ്ട്രീമിംഗ് നടത്തുന്ന ഒരു ചാനൽ, ഒരു ക്രിസ്ത്യൻ ചാനൽ മലയാളത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നത് ബാക്ക് ടു ബൈബിൾ എന്ന പേരിലായിരുന്നു. അതുകൊണ്ട് ഈ ലൈവ് സ്ട്രീമിങ്ങും ഡിജിറ്റൽ ടെക്നോളജികളുമൊക്കെ ആരംഭിച്ച കാലത്തിൽ തന്നെ യുവർ വേർഷനെ പോലെ അതേ സമയത്ത് തന്നെ ടെക്നോളജിയെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ സത്യങ്ങളെ പ്രതിനിധീകരിക്കുവാൻ ആസാദിക്കും ആസാദിയുടെ പിന്നിലുള്ള ടീമിനും കഴിഞ്ഞു എന്നുള്ളത് ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.